അന്വേഷിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നോട് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആ സംഭവവുമായിട്ട് ബന്ധപ്പെടുന്നത് ആദ്യം അവരുടെ ഒരു കത്ത് എനിക്ക് വന്ന് കിട്ടിയപ്പോഴാണ്. ആ കത്ത് അതിൻ്റെ ജില്ലയിലെ നേതാക്കന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനതിൽ എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിൽ നിന്ന് ചെയ്യാവേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ഞാനതിൻ്റെ അകത്ത് അവർക്ക് അനുകൂലമായി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുടുംബത്തോട് സഹതാപമുണ്ട്. നാളെ കുടുംബത്തെ സന്ദർശിക്കണം. ഞാൻ നാളെ കാണാൻ പോകുന്നുണ്ട്. ഇന്ന് പോകാൻ തീരുമാനിച്ചായിരുന്നു. ഇപ്പോഴത്തേക്ക് വൈകുന്നേരം ഒരു 2-3 പ്രോഗ്രാം ഉള്ളത് അവരുടെ ഒന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് അത് മാറ്റി നാളത്തേക്കാക്കി. ഈ നോട്ടീസ് ഒന്നും തന്നിട്ടില്ല? എനിക്ക് വേറെ നോട്ടീസ് ഒന്നും തന്നിട്ടില്ല. ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൽ ഏത് രീതിയിലാണ് ഇങ്ങനെ കാണുന്നത്? അതിൽ താങ്കൾക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണല്ലോ അന്വേഷണ സംഘവും കരുതുന്നത്. അത് അവരോട് നിങ്ങൾ ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ എനിക്കത് അറിയാമായിരുന്നു അല്ലെ അറിയാമായിരുന്നില്ല എന്ന് പറയുന്നതിനകത്ത് വല്ല യുക്തിയുണ്ടോ? നിങ്ങൾ പോലീസുകാരോട് പോയി ചോദിക്കുക, അദ്ദേഹത്തിന് അറിവുണ്ടോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് നടന്നത്, അദ്ദേഹം ഇതിനകത്ത് പൈസ അടിച്ചിട്ട് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ അവിടെ ചോദിച്ചോ. അത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. സഹകരിക്കലല്ല, അതിനോട് എന്താ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കും. നിയമപരമായി ഇങ്ങനെ അതിനെ പ്രതികരിക്കണമെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട്. ഞാൻ ഒരുപാട് കേസ് നടത്തി വളർന്നു വന്നയാളാണ്. പിണറായി വിജയന് ബുദ്ധിയുള്ള കാലം മുതൽ എന്നെ കേസിൽ പ്രതിയാക്കുന്നുണ്ട്. ആ ഒരുപാട് ക്രിമിനൽ കേസിലായാലും എല്ലാ കേസിലും ഞാൻ പ്രതിയാക്കേണ്ടതുണ്ട്. എന്നെ കേസൊന്നും ആരും പഠിപ്പിക്കണ്ട. ഞാൻ ലോയറുമാണ്, ഞാൻ പഠിച്ചവനുമാണ്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ലോ എഡ്യൂക്കേഷൻ എനിക്കുണ്ട്, അതൊക്കെ എനിക്കറിയാം. ഞാൻ കേസ് ഒരുപാട് നടത്തി ശീലമുള്ളവനാണ്. അതുകൊണ്ട് അതിലൊന്നും എന്നെ പേടിപ്പിക്കാനും പറപ്പിക്കാനൊന്നും ആരും നോക്കണ്ട. നിങ്ങളും നോക്കരുത്, അതിന് മെനക്കെടണ്ട കേട്ടോ. എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാലേ കേസ് പോവോ? എന്ത് കേസ് പോകുന്നു? കേസ് പോവോ? സുധാകരൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോവോ? അല്ല, ചോദ്യം ചോദിക്കാൻ എന്നതൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ പോലീസുകാർ എന്നെ വന്ന് കണ്ട് എന്നോട് സംസാരിക്കണം. അതിനകത്ത് നിന്നിട്ട് പിന്നെ ഭാഗികമായ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഏത് പോലീസ് സ്റ്റേഷനിലും ഞാൻ പോകും. അതെ, എന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇങ്ങനെ ഒരു പങ്കുണ്ട്, റോളുണ്ട് എന്ന് പോലീസുകാർ എന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഐ വിൽ ഒബേ പോലീസ് ഡയറക്ഷൻ. മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? ഇല്ലെന്ന് സംശയമുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ട്. എങ്ങനെ? അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിൻ്റെ വല്ല ചുവടുവെപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. മറ്റു മനസ്സാ വാചാ കർമ്മണ ഞാനുമായി ബന്ധമില്ലാത്തൊരു വിഷയത്തിൽ എന്നെ അതിനകത്ത് കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പൊളിറ്റിക്സാണ്. അറിയാലോ. കത്തെനിക്കാണ്. കത്ത് വായിച്ചു. കത്ത് അന്ന് തന്നെ അതിന്റെ ജില്ലാ ഭാരവാഹികളെ നേതാക്കന്മാരെ വിളിച്ചിരുത്തി കത്ത് വായിച്ച് കേൾപ്പിച്ചു. അവരോട് നാളെ തന്നെ യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം യോഗം ചേർന്നു. അത് കുറച്ചു കാലങ്ങളൊക്കെ എല്ലാ പ്രവർത്തനവും കൊണ്ടുപോയത് ആ കത്തിന്റെ അടിസ്ഥാനത്തിലും എന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. അത് അന്ന് വന്ന ദിവസം വായിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്ത് ഇല്ല അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാശുകാരികളെ കുറിച്ച് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് ഉണ്ട്, നേതാക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ നേതാക്കളെ വിളിച്ചതും യോഗം ചേരാനും ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടതും ഒക്കെ അതിനടിസ്ഥാനത്തിലാണ്. അതങ്ങനെ തെറ്റുണ്ട് എന്ന് പറയണ്ടെങ്കിൽ അവരെ സമ്മതിക്കണം. അല്ലാതെ എങ്ങനെയാ ഞാൻ സമ്മതിക്കൽ? ഞാൻ അതിനകത്ത് തെറ്റുണ്ടെന്ന് എങ്ങനെ പറയൽ വിത്തൗട്ട് എനി ഹാവിങ് എനി എവിഡൻസ്? ഈ വയനാട് നേതൃത്വത്തിനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം എന്തായാലും അതിനകത്ത് വീഴ്ചയുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിപ്പോൾ കോൺഗ്രസിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ഒരുപാട് പാളിച്ചകളും പോരായ്മകളും ഉണ്ട്. സഹകരണ രംഗത്തെ പ്രവർത്തനത്തിന്, ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അതൊരു വലിയ ഭീഷണിയായി വളർന്നു വരികയാണ്. വരും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ താങ്കൾ, എന്നിട്ടും അവരത് ഗവനിച്ചില്ല എന്നുള്ളതാണോ? അല്ല, അതെല്ലാം കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞതിന് ശേഷമല്ലേ ഞാൻ അവരെന്തൊക്കെ കാണാൻ വരുന്നതും ഞാനിത് പറയുന്നതും. കമ്മീഷൻ വെച്ചിട്ടുണ്ട്. കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യും. ഈ അവരുടെ ബാധ്യതയൊക്കെ ഏറ്റെടുക്കുമെന്ന് പാർട്ടി പറഞ്ഞല്ലോ. അത് അക്കാര്യത്തിൽ അത് ന്യായമായ ബാധ്യതകൾ എന്താണെന്നുള്ളത് പഠിക്കട്ടെ. പഠിച്ചാൽ അത് എന്ത് വേണമെന്ന് ഞങ്ങൾ ആലോചിക്കും. പക്ഷെ അവരെ കൊന്ന ആളുകളെ എടുക്കട്ടെ. ഇപ്പം അടുത്ത് പലരും മരിച്ചിട്ടുണ്ടല്ലോ, പലരും CPM-ന്റെ. അവരെ പൈസ എടുത്ത് വീട്ടുകാർക്ക് കൊടുക്കട്ടെ, എന്നിട്ട് ഞങ്ങളെ വീട്ടുകാർക്ക് കൊടുക്കാൻ നിൽക്കാം. ഗോവിന്ദൻ മാഷോട് ഞാനത് പറഞ്ഞു. നമ്മളെ ആൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട, നിങ്ങളെ ആൾക്ക് കൊടുക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞു. കോൺഗ്രസ് തന്നെ കൊടുത്തോളൂ. ഞങ്ങൾ കൊടുക്കാം. ഞങ്ങളെ ആൾക്കാരെ സംരക്ഷിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള മാനസികാവസ്ഥയുണ്ട്.
ചർച്ചകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു കേൾക്കാനാ ഇപ്പം അങ്ങനെ പറയപ്പെടുന്നു. നിങ്ങൾ എഴുതി തടഞ്ഞ് തുറച്ചല്ലോ, എന്നിട്ട് പിന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ ചർച്ചയില്ലേ? എന്ത് നടക്കുന്നില്ലേ? ചർച്ചയൊക്കെ നിന്നു. ഇനി ചർച്ചന്റെ ആവശ്യമൊന്നുമില്ല. ചർച്ച ആവശ്യമുണ്ടെങ്കിൽ ചർച്ച നടത്തും. പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂഷനാണ്. ഒരു ദിവസത്തേക്കുള്ള വർക്കല്ല, ഒരാഴ്ചത്തേക്കുള്ള വർക്കല്ല, ഒരു മാസത്തേക്കുള്ള വർക്കല്ല. അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ചർച്ചയും അതുപോലെ തുടർന്നുകൊണ്ടിരിക്കും. അതിൽ സംയുക്ത വാർത്താ സമ്മേളനം നടത്തണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതില് അത് എത്ര ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾ ഈ പത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ തലക്കകത്തൊന്നുമില്ലേ? ചോദിക്കുന്ന ഉത്തരം പറയാം. അന്ന് എന്തുകൊണ്ടാണ് അന്ന് സമ്മേളനം നടത്താതെ പോയത്? എല്ലാ ആളുകൾക്കും അറിയാം, മാധ്യമങ്ങൾക്കും അറിയാം, തിരുവനന്തപുരത്തെ മുഴുവൻ മാധ്യമങ്ങൾക്കും അറിയാം എന്തുകൊണ്ടാണ് എന്ന്. എന്നിട്ട് നിങ്ങൾ ഈ രീതിയിലൊരു വാർത്ത ഉണ്ടാക്കി പത്രത്തിൽ ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തറവാടിത്വമില്ലായ്മയാണ്. എല്ലാവർക്കും ഒരു അന്തസ്സില്ലേ, അഭിമാനമില്ലേ, വ്യക്തിത്വമില്ലേ? നിങ്ങൾക്കും വേണ്ടി ആ വ്യക്തിത്വം എന്തെങ്കിലും കള്ളം പ്രചരിപ്പിക്കലാണോ നിങ്ങളുടെ വ്യക്തിത്വം? മോഹനന്റെ അപകടം കൊണ്ടാണോ? ഏത് മോഹനാണ് അപകടം? അതെ, അന്ന് ഒരു AICC ജനറൽ സെക്രട്ടറി ഒരു ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടക്കുമ്പോൾ നമ്മൾ പത്രസമ്മേളനം നടത്തുകൊണ്ട്. പക്ഷെ അന്ന് ഉച്ചവരെ തിരുവനന്തപുരത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. ഇല്ല, ഉച്ചവരെ ഇല്ല. ഉച്ചക്ക് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു. ഞാനൊക്കെ പുറപ്പെട്ടത് ആദ്യം പിന്നെ ഇവിടത്തേക്കാണ്. ജില്ലയിൽ എവിടെയായിരുന്നത്? കോട്ടയത്തായിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു എറണാകുളത്തേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ എറണാകുളത്ത് എത്തുമ്പോൾ തന്നെ 5 മണിയായി. ഈ താങ്കളെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള രീതിയിലാണ് ഈ വാർത്തകളൊക്കെ വരുന്നതിന് പിന്നിൽ പാർട്ടിയിലെ ആളുകൾ തന്നെ ഉണ്ടോ? ശരി, അതെനിക്കറിയില്ല. അത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ എന്തെങ്കിലും വിവരമുണ്ട്, ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തന്നാൽ നിങ്ങളോട് നന്ദിയുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഇത് ഒരു വലിയ ആഡംബരവും അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും AICCക്ക് ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എൻ്റെ ഒരു വലിയ സ്വപ്നമോ ഒരു വലിയ ഇതൊന്നുമല്ല പിന്നെ KPCC പ്രസിഡന്റ്, ഈവൻ മുഖ്യമന്ത്രി പോലുമല്ല. ഞാൻ അതിനൊന്നും ശടിക്കാൻ പോകുന്നുമില്ല. എൻ്റെ രാഷ്ട്രീയം CPM-നെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. 6 വയസ്സ് മുതൽ 6, 7, 8 വയസ്സ് മുതൽ ഞാൻ CPM-നെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഫൈറ്റ് ഇപ്പോഴും തുടരും. ആ ഫൈറ്റിന്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ്, പ്രവർത്തനമാണ് എൻ്റെ പ്രവർത്തനം. എൻ്റെ ലക്ഷ്യം, എൻ്റെ ടാർഗറ്റ് അതാണ്. അതിനപ്പുറത്ത് എനിക്കൊരു ടാർഗറ്റ് ഒന്നുമില്ല. ഈ രാഷ്ട്രീയ കാര്യ സമിതിയിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റവും അതുപോലെ ഒരു വാക്കേറ്റവും നടന്നിട്ടില്ല. ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കേൾപ്പിച്ചാൽ നിങ്ങളെ പണിയെടുക്കാൻ. ഈ VD സതീശനെതിരെ AP അനിൽകുമാർ അത് വാക്കാ. ഒരു കാര്യം ചോദിച്ചാൽ അതിനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് തെറ്റ്. ഒറ്റക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ? അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. മാനമായ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ അനിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അതിനകത്ത് വലിയ പാളിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനല്ല, ആ മീറ്റിംഗിൽ ഇരുന്ന ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങളെ മാധ്യമങ്ങൾക്ക് എങ്ങനെയാ തോന്നിയെന്ന് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അതിന്റെ അകത്ത് ഈ 62 സീറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു തീരുമാനം പാർട്ടിയിലുണ്ടോ? 62 സീറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നൊരു തീരുമാനം ഉണ്ടോ? ശരിക്കും തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ എണ്ണിയിട്ടില്ല. ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ റിസൾട്ട് വെച്ചുകൊണ്ടും പാർട്ടി സംഘടനയുടെ ശക്തിയും കരുത്തും വെച്ചുകൊണ്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫോർമുലയാണ്. അത് വരുന്നേ ഉള്ളൂ. ഒരു വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് ഇറ്റ് വിൽ കം ഔട്ട്. സ്ഥാനാർത്ഥികളും ഏതാണ്ട് ധാരണയായിട്ടുണ്ടോ? സ്ഥാനാർത്ഥികളെ പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റി ചർച്ച ചെയ്യും. നിങ്ങൾക്കറിയാലോ കോൺഗ്രസിന്റെ നമ്മളിങ്ങനെ ഒറ്റക്കൊറ്റക്ക് KPCC പ്രസിഡന്റാണോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക? അല്ലല്ലോ, ഒരു ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയെ നിശ്ചയിക്കുക സ്ഥാനാർത്ഥിയെ. അതായത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു വാശിയോടെ പിടിച്ചിരിക്കാൻ താനില്ല എന്നാണ്. ഒരു താല്പര്യമില്ല അതിന്. എനിക്ക് ആവശ്യമില്ല. അതിന്റെ പുറകെ ഞാൻ ഇല്ല. എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ KPCC പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതി. എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. KPCC പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിൽ ഞാനങ്ങ് വായിലങ്ങ് പറഞ്ഞു പോകുന്നില്ല. ഞാൻ ജനമനസ്സിലുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അവർ വന്ന് തെളിയിക്കണം. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? ആ, അപ്പൊ അതൊന്ന് പത്രത്തിൽ എഴുതിയാട്ടെ. ഈ സംയുക്ത വാർത്താ സമ്മേളനം അടുത്ത ദിവസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ സംയുക്ത വാർത്താ സമ്മേളനം ഈ അടുത്തൊരു ദിവസം ഉണ്ടാകാനുള്ള സാധ്യത? ഏത് സംയുക്ത വാർത്ത? അല്ല, അതിനിപ്പം ഈ ഇദ്ദേഹം പുറത്ത് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. അദ്ദേഹം വടക്കേരിക്കേണ്ട മീറ്റിംഗ് ആണ്. ആരെ മാറ്റാനാ ഉദ്ദേശിക്കുന്നു? അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല പാർട്ടിക്കകത്ത്. അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു ചർച്ച വന്നാലും അതിനാരും എതിരല്ല.
അതിന്റെ ന്യായാന്യായതകൾ നോക്കി യുക്തമായ തീരുമാനം, യുക്തിസഹമായ തീരുമാനം AICC എടുക്കാം. ഈ KPCC പ്രസിഡന്റ് സ്ഥാനം മാറുമ്പോൾ പ്രതിപക്ഷ നേതാവ് മാറേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെയൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് UDF-ന്റെ നേതാവാണ്. കോൺഗ്രസ് KPCC-യുടെ പ്രസിഡന്റാണ് KPCC പ്രസിഡന്റ്. അത് തമ്മിലൊരു ബന്ധമൊന്നുമില്ല. അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് കെ സുധാകരൻ മാറുമ്പോൾ സതീശൻ മാറണം ഇല്ല, സതീശൻ മാറുമ്പോൾ കെ സുധാകരൻ മാറണം ഇല്ല. അതാത് രണ്ട് സെപ്പറേറ്റ് ആണ്. കേസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ കേസ് ഒരു മുഖ്യ നേതൃനിരയിൽ നിന്നിട്ട് അതിനെ നയിക്കാനുണ്ടാവുമോ? നയിക്കാനുണ്ടാവും, പക്ഷെ മത്സരിക്കാനുണ്ടാവണം എന്നില്ല. മത്സരം വേറെ, നയിക്കൽ വേറെ. നിയമസഭയിലേക്ക് മത്സരിക്കില്ല. എനിക്ക് താല്പര്യമില്ല. പാർട്ടിയെ നയിക്കാൻ തന്നെയാണ് പാർട്ടി പറയുകയാണെങ്കിൽ പാർട്ടി നിർബന്ധിച്ചാൽ ഇപ്പൊ പാർട്ടിയെ അനുസരിക്കണ്ടേ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. ഈ നേതാക്കൾക്കിടയിലെ പ്രശ്നം കാരണമാണ് ദീപാദാസ് മുൻഷിക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആളുകളെ കണ്ട് ചർച്ച നടത്തേണ്ടി വരുന്നതെന്നൊക്കെയുള്ള ഏത് ദീപാദാസ് മുൻഷിക്ക് ഓരോ നേതാക്കളെ സെപ്പറേറ്റ് ആയിട്ട് പോയി കണ്ട് ചർച്ച നടത്തേണ്ടി വരുന്നൊരു അഭിപ്രായം വരുന്നുണ്ട്. പാർട്ടിക്കിടയിൽ തന്നെ എന്തുകൊണ്ട്? നേതാക്കൾക്കിടയിൽ ഐക്യമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ആർക്ക് വിശ്വാസം? ദീപാദാസ് മുൻഷി അതെ, ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനോടുള്ള ഒരു വിയോജിപ്പ് അവർക്കുണ്ട്, അതുകൊണ്ടാണ്. പുറത്തു പറയും അങ്ങനെ വിശ്വാസക്കുറവ്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മൾ തമ്മിൽ വിശ്വാസക്കുറവൊന്നുമില്ല. മാഡം നമ്മുടെ ഒരു നല്ല ഒരു പ്രവർത്തന നിരതിയായ ഒരു വനിതയാണ്. അവരുടെ പ്രവർത്തനത്തെയെല്ലാം ഞങ്ങൾ ശ്ലാഘിക്കുന്നു. അതേപോലെ അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിക്കും. കേസ് പുന്നൂരിലെ ഒരു CPM പ്രവർത്തകൻ സലീമിനെ കൊലപ്പെടുത്തിയ കേസിൽ ആ CPM പ്രവർത്തകർ തന്നെയാണ് സലീമിനെ കൊലപ്പെടുത്തിയത് എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ഇപ്പോ ആരോപിച്ചിട്ടുണ്ട്. അതെ, അതിനകത്ത് അദ്ദേഹം അതിന്റെ തെളിവും പറഞ്ഞിട്ടുണ്ട്. അതെ, CPM ആണെന്നുള്ള തെളിവുണ്ട്. ശരി, അത് അന്വേഷിക്കണം. പോലീസ് അന്വേഷിക്കട്ടെ. ഒരു പുനരന്വേഷണം അക്കാര്യത്തിൽ വേണോ? നിശ്ചയമായിട്ടും വേണം. സ്വന്തം ബാപ്പയാണ് പറയുന്നത്. ഒരു മകന്റെ മരണത്തെക്കുറിച്ച് സ്വന്തം ഉപ്പ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരുടെ ആക്ഷേപമാണ് അന്വേഷിക്കണം. പുനരന്വേഷണം വേണം നിശ്ചയമായി. അൻവർ ഒരു കത്ത് വന്നിട്ടുണ്ടല്ലോ UDF-ലേക്ക്. ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, ചർച്ച ചെയ്ത് നമ്മളൊരു തീരുമാനം എടുക്കും. ഈ അൻവർ UDF-ലേക്ക് വരുന്നത് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കളുടെ എനിക്ക് സ്വാഗതമാണ്. നിനക്ക് ഈ വെറുതെ ചൊറിഞ്ഞോട്ടിരിക്കല്ല. അതിന് ഇങ്ങനെ തൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനായിരിക്കും? അത് വെള്ളം കുടിക്കാനാണ്.